ഹായ്. മനോരഥങ്ങൾ സീരീസിൽ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്തൊരു എപ്പിസോഡുണ്ട്. അഭയം തേടി വീണ്ടും. സിദ്ദിഖാണ് ഈ സിനിമയിലെ ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കമലഹാസൻ പറയുന്നത് ഇത് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള എന്തോ ഒരു ബന്ധം എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് ഡിപ്രഷനോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ എപ്പിസോഡ് കാണാം. ഇതാകെ ഒരു 39 മിനിറ്റ് 40 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഇത് കാണുന്നതിൻ്റെ ഇടയിൽ ഞാൻ 3 പ്രാവശ്യം ഉറങ്ങിപ്പോയിട്ടുണ്ട്. നല്ല സുഖമായിട്ടുള്ള ഉറക്കമായിരുന്നു. അത്രയ്ക്കും ബോറായിട്ടുള്ള എപ്പിസോഡായിരുന്നു കേട്ടോ. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്തതുകൊണ്ട് തന്നെ ഇത് കാണാൻ ഒരു എന്താണ് നല്ല വിഷ്വലി നല്ല അടിപൊളിയാണ്. പക്ഷേ എന്ത് കാര്യം, കണ്ടന്റ് ഭയങ്കര ഉറക്കം തൂങ്ങി കണ്ടന്റാണ്. സിദ്ദിഖാണ് ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. ഇയാളുടെ ചില തോന്നലും കാര്യങ്ങളൊക്കെയാണ്. ഇയാൾ ഏതൊരു നാട്ടിൽ നിന്ന് പുതുതായിട്ട് വേറൊരു നാട്ടിലേക്ക് എത്തിച്ചേരും. എന്നിട്ട് അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ട് ഇങ്ങനെ താമസിക്കും. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന ചില ഹാലൂസിനേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിന് മറ്റ് ഇന്നർ മീനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടിയിട്ടില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നതായിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാകും. പിന്നെ അയാളെ ഫോളോ ചെയ്ത് ഇയാൾ ഇങ്ങനെ പോകും. അതാണ് നമ്മൾ മൊത്തം കാണുന്നത്. ഈ അരമണിക്കൂർ തന്നെയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ പ്രത്യക്ഷപ്പെടും, അതിൻ്റെ പുറകെ ഇങ്ങനെ പോകും, പിന്നെ അതിൻ്റെ പുറകെ ഓടും, പിന്നെ പുഴക്കരയിലും മലഞ്ചെരുവിലും കണ്ടത്തിലും കൂടെയൊക്കെ ഇങ്ങനെ അയാളിങ്ങനെ ഓടി നടക്കുന്നതാണ് നമുക്കാകെ കാണാൻ വേണ്ടി പറ്റുന്നത്. മറ്റെന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കുക. സിദ്ദിഖ് അഭിനയിച്ചതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അപ്പൊ ഇതാണ് അഭയം തേടി വീണ്ടും.